അന്തരിച്ച മുതിർന്ന CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണനെ അനുസ്മരിച്ച് KT ജലീൽ. കോടിയേരിയുടെ വിയോഗത്തിലൂടെ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടത് നല്ല ഒരു പരിചയാണ് എന്നും വാളാകാൻ എല്ലാവർക്കുമാകുമെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ 2ാം ചരമദിനമാണിന്ന്. തന്റെ പ്രസ്ഥാനത്തിന് പ്രതിരോധം തീർക്കുന്ന പരിചയാകാൻ അപൂർവം വ്യക്തികൾക്കേ കഴിയൂ. അവരിൽ ഒരാളായാണ് കോടിയേരിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടത് എന്നും KT ജലീൽ അഭിപ്രായപ്പെട്ടു. കോടിയേരിയുടെ സ്മരണകൾക്ക് മരണമില്ല. കോടിയേരിയില്ലാത്ത ഒരു വർഷം ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടത് നല്ല ഒരു പരിചയാണ്. വാളാകാൻ എല്ലാവർക്കും കഴിയും. തന്റെ പ്രസ്ഥാനത്തിന് പ്രതിരോധം തീർക്കുന്ന പരിചയാകാൻ അപൂർവം വ്യക്തികൾക്കേ കഴിയൂ. അവരിൽ ഒരാളായാണ് കോടിയേരിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടത്. നാളെ പ്രകാശിതമാകുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് 2 പേർക്കാണ്. എന്നെ ഞാനെന്ന രാഷ്ട്രീയക്കാരനായി രൂപപ്പെടുത്തിയ കൊരമ്പയിൽ അഹമ്മദ് ഹാജിക്കും ഇടതുചേരിയിൽ എനിക്ക് ഊർജം പകർന്ന കോടിയേരി ബാലകൃഷ്ണനുമാണ്. ആ സമന്വയം തീർത്തും യാദൃച്ഛികമാണ്. സഖാവേ ലാൽ സലാം എന്നാണ് KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. കോടിയേരിയെ പുകഴ്ത്തുമ്പോൾ സ്വാഭാവികമായും ഇത് ഗോവിന്ദൻ മാഷിനുള്ള ഒരടി കൂടിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ പ്രതിരോധിക്കാനാകാതെ ഗോവിന്ദൻ മാഷ് നിസ്സഹായനായി മാറുന്ന അവസ്ഥയിൽ ഗോവിന്ദൻ മാഷ് മാത്രമല്ല, ഈ ഭരണപക്ഷത്തുള്ള ആരും ആത്മാർത്ഥമായി പിണറായിയുടെ രക്ഷക്കെത്തുന്നില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് പിണറായിയുടെ വീഴ്ചയാണ്. ആ വീഴ്ചയിലൂടെ പലരും പലതും നേടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ CPM-ന്റെ ഏറ്റവും വലിയ ദുര്യോഗം. പാർട്ടിയെ രക്ഷിക്കാൻ ആർക്കും താല്പര്യമില്ല. എല്ലാവർക്കും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള വ്യഗ്രത മാത്രം. അധികാരവും സമ്പത്തും കുറുക്കുവഴികളിലൂടെ നേടിയെടുക്കാനുള്ള കുതികാൽ വെട്ടിന്റെ ചാണക്യ തന്ത്രങ്ങൾ. അതിനിടയിലാണ് ജലീലിന്റെ ഈ ഓർമ്മപ്പെടുത്തൽ. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഈ വിധം മൈക്കിന് മുന്നിൽ വരേണ്ടിയിരുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം PV അൻവർ പറഞ്ഞിരുന്നു. ആർക്കും ഒരു വിലയുമില്ലാത്ത ഒരു പാർട്ടി സെക്രട്ടറിയും എല്ലാം വെട്ടിപ്പിടിച്ച് കുടുംബത്തിലേക്ക് എത്തിക്കാൻ മാത്രം ശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും അവർക്ക് കൈയടിക്കാൻ മാത്രം വിധിക്കപ്പെട്ട കുറെ അനുയായികളും. ഏതായാലും നാളെ KT ജലീൽ കൂടി വെടിപൊട്ടിക്കുമ്പോൾ പാർട്ടിയുടെ മുന്നോട്ടുള്ള യാത്ര അതീവ ദുഷ്കരമാകുമെന്നുറപ്പ്. ഇപ്പോൾ തന്നെ PV അൻവറിന് പിന്തുണയുമായെത്തിയ CPM പാലമേൽ ബ്രാഞ്ച് സമ്മേളനത്തിന്റെ വാർത്ത പാർട്ടിയെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. അൻവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത്. ഞായറാഴ്ച നടന്ന ആലപ്പുഴ ജില്ലയിലെ ചാരുമൂട് ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള CPM പാലമേൽ ടൗൺ ബ്രാഞ്ച് സമ്മേളനമാണ് PV അൻവറിനെ പിന്തുണച്ചത്. മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും തിരുത്താൻ ഒരു PV അൻവർ ഉണ്ടാകേണ്ടി വന്നത് വലിയ ഗതികേടാണ്. അൻവറാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പോരാളി എന്നും സമ്മേളനം അഭിപ്രായപ്പെടുകയുണ്ടായി. ഇനി ഏതൊക്കെ ബ്രാഞ്ച് ലോക്കൽ ജില്ലാ സമ്മേളനങ്ങളിലാണ് ഇതുപോലുള്ള അൻവർ വീരഗാഥകൾ ഉയരാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.